അസീസ് സാഹിബേ, പിന്നെ ഞാന് ഒരു വ്യക്തിയെ വെച്ചിട്ട് ഇതുവരെ പറഞ്ഞിട്ടില്ല, ഒരു വ്യക്തിക്ക് എതിരായിട്ടും സംസാരിച്ചിട്ടില്ല. ഞാൻ സംസാരിച്ചത് ഈ സാമ്പത്തിക സ്രോതസ് അടിച്ചു മാറ്റിയ ആളുകളുണ്ട്, അതൊരു ഗ്യാങ് ആണ്. ആ ഗ്യാങ്ങിന്റെ ഇരിയത്താണ്. കാരണം ആ സമയത്ത് ആരൊക്കെ ഉണ്ടായിരുന്നു, ആരൊക്കെയാണ് ചുമതല എന്നൊന്നും എനിക്കറിയില്ലല്ലോ. പക്ഷെ അതിന്റെ തെളിവുകൾ കണ്ടപ്പോൾ നമ്മൾ ഞെട്ടിപ്പോവുക ചെയ്തത്. അപ്പൊ ആ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഈ സംസാരിക്കുന്നത്. അതൊരു വ്യക്തിയിൽ അധിഷ്ഠിതമല്ല. ആ സമയത്ത് ആരായിരുന്നു ആ സ്ഥാനത്തിരുന്നത്, അവരിലാണ് അതില് പൂർണ്ണമായിട്ടും ഉത്തരവാദിത്തമുള്ളത്. അപ്പോ ഒരു വ്യക്തിയെ നമുക്ക് ടാർഗറ്റ് ചെയ്യാനൊന്നും പറ്റൂല, അങ്ങനൊന്നുമില്ല. ഒരു വ്യക്തിയെയും അറാസും ചെയ്യണ്ട. സംഘടനയിലേക്ക് വന്ന ഇൻകമിങ്, അതിന്റെ ചിലവ്, ബാലൻസ് എത്ര, അത്രേ തെളിയേണ്ടിയുള്ളൂ. അതുകൊണ്ട് കിട്ടിയാൽ മതി. അവർ കൊടുത്തത് സത്യത്തിൽ അതിൽ 35 ലക്ഷം ദിർഹംസിന്റെ മുകളിലുള്ള ഡിഫറൻസ് ഉണ്ട്. അതൊരു വസ്തുതയാണ്. അത് ഓഡിറ്റ് ചെയ്ത രേഖകളൊക്കെ കാണുമ്പോൾ നിങ്ങൾ തന്നെ ഞെട്ടിപ്പോവും, ഇങ്ങനൊക്കെ ചെയ്യാൻ പറ്റുമെന്ന്. കാരണം നമ്മൾക്ക് ഓല അത്ര കഴിവില്ലെങ്കിലും, അത്ര അറിവില്ലെങ്കിലും, അത്ര ഓർമ്മയില്ലെങ്കിലും കുറച്ചൊക്കെ നമുക്കും മനസ്സിലാവൂലേ. ഒരു സംഘടനയിൽ നമുക്കിപ്പോ ഒരു വാർഡിലൊക്കെ കളിച്ചുള്ള പരിചയം ഉണ്ടാവും, അത് വെച്ചിട്ടാണെങ്കിലും മനസ്സിലാക്കാൻ കഴിയുമല്ലോ. അതിന്റെ അടിസ്ഥാനത്തിലാണ് സംസാരം.